PK ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. ഞാൻ വീണ. നിങ്ങൾക്ക് ബയോളജി പഠിപ്പിക്കുന്നത് ഞാനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻസ് ഓർഗൻസിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ണിനെ പറ്റിയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി ഇന്ദ്രിയങ്ങളെ പറ്റി നമുക്കിന്ന് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പഞ്ചേന്ദ്രിയങ്ങളുടെ രണ്ടാം ഭാഗമാണ് നോക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചെവിയെ പറ്റിയാണ് അല്ലേ. ചെവി നമ്മുടെ കേൾവി സാധ്യമാകുന്ന അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൻസ് ഓർഗനാണ് ചെവി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ജ്ഞാനേന്ദ്രിയമാണ് ചെവി. നമുക്കറിയാം, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് കേൾവി മാത്രമാണ് പറ്റുന്നത്, കേൾവി ശക്തി മാത്രമാണ് ചെവിയിൽ കൂടി പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, കേൾവി ശക്തി മാത്രമല്ല, നമ്മുടെ ശരീരത്തിനൊരു ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ആര് കൂടിയാണ്? നമ്മുടെ ചെവിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ചെവി നമുക്ക് ചെയ്തു തരുന്നത്. കേൾവി ശക്തി നൽകുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും ചെവി നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ചെവി നമുക്ക് കേൾക്കാൻ മാത്രമല്ല നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ബാലൻസ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി ചെവി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചെവിയെ തന്നെ നമുക്ക് മൂന്നിതായിട്ട് തരംതിരിക്കാൻ പറ്റും. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, ഇങ്ങനെയാണ് പറയുന്നത്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം, ഇങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്നുള്ളതാണ് പറയുന്നത്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം, ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഓരോ പാർട്സുകളുണ്ട്. ഇപ്പോൾ ഔട്ടർ ഇയർ എടുക്കുമ്പോൾ അതിന് കുറച്ച് പാർട്സ് ഉണ്ട്, മിഡിൽ ഇയറിന് കുറച്ച് പാർട്സ് ഉണ്ട്, ഇന്നർ ഇയറിന് ഓരോ പാർട്സ് ഉണ്ട്. അപ്പോൾ ആ ഓരോ പാർട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഔട്ടർ ഇയറിനെ പറ്റിയാണ്, ബാഹ്യകർണത്തിനെ പറ്റിയാണ്. ഇപ്പോൾ ചെവിയെ സംബന്ധിച്ച് ചെവിയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് ചെവിക്കൂട. ഇതിനെ നമ്മൾ പിന്ന എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പിന്ന, ചെവിക്കൂട എന്ന് പറയുന്നത് ഈ വെളിയിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് ചെവിക്കൂട എന്നുള്ളത്. അതിൽ നിന്ന് പിന്നെയുള്ള ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഓഡിറ്ററി കനാൽ, കർണനാളം എന്ന് പറയുന്നത്. ഓഡിറ്ററി കനാൽ, കർണനാളം എന്ന് പറയുന്നത്. ഇതാണ് ഇയർ ഡ്രം അല്ലെങ്കിൽ ടിമ്പാനം എന്നൊക്കെ അറിയപ്പെടുന്ന കർണപടം. ഇയർ ഡ്രം, കർണപടം അല്ലെങ്കിൽ ടിമ്പാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അസ്ഥി ശൃംഖലയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്നറിയപ്പെടുന്ന സ്റ്റെപ്പിയസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് ചെവിയിലാണ് സ്ഥിതി ചെയ്യുന്ന ആ അസ്ഥി ശൃംഖലയാണ് ഈ കാണപ്പെടുന്നത്. പിന്നെ ഈ ഉള്ളത് സെമി സർക്കുലാർ കനാൽസ്, കോക്ലിയ, വെസ്റ്റിബുലാർ നാഡി, വെസ്റ്റിബുലാർ നെർവ് കാണപ്പെടുന്നുണ്ട്, ശ്രവണ നാഡി കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ്. അതായത് ഇതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ബാഹ്യകർണം, ഇതാണ് മധ്യകർണം, ഇത് ആന്തരകർണം. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ബാഹ്യകർണത്തിനെ പറ്റിയാണ്. ബാഹ്യകർണത്തിൽ ഏതൊക്കെയുണ്ട് എന്നുള്ളതാണ്. അതായത് പുറത്തേക്ക് കാണുന്ന ചെവിയുടെ ഭാഗമാണ് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യം പറഞ്ഞ ചെവിക്കൂട, പിന്നെ അതിൽ നിന്ന് ഉള്ള ഒരു കനാൽ, ഓഡിറ്ററി കനാൽ, പിന്നെ കർണപടം അഥവാ ടിമ്പാനം അല്ലെങ്കിൽ ഇയർ ഡ്രം. ഇതാണ് ഈ ഒരു ഔട്ടർ ഇയറിൽ, അതായത് നമ്മുടെ ബാഹ്യകർണത്തിലുള്ള 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ഓരോ ഭാഗങ്ങൾക്കും എന്താണ് ഓരോ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. നമ്മളെ ചെവിയെ സംബന്ധിച്ച് ഈ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഇതുവഴി കേട്ട് അങ്ങ് അകത്തുള്ളിൽ പോയിട്ട് നമ്മുടെ തലച്ചോറിലെത്തിയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ കേൾവി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അങ്ങനെയാണ് സാധ്യമാകുന്നത്. ഇനി ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു, ഔട്ടർ ഇയറിൽ ആദ്യം വരുന്നത്, ബാഹ്യകർണത്തിൽ ആദ്യം വരുന്നത് പിന്നയാണ്. പിന്ന എന്ന് പറയുന്നത് അത് ഇതാണ് ചെവിക്കൂട, നമ്മുടെ ചെവിയുടെ പുറത്തുള്ള ഈ ഒരു ഭാഗം. ശബ്ദതരങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു. അതായത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഗ്യാദർ ചെയ്യാൻ പറ്റും, സൗണ്ടിനെ ഇങ്ങനെ അകത്തേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് പിന്ന എന്ന് പറയുന്നത്. ശബ്ദം ഏത് വശത്ത് നിന്നാണ് വരുന്നതെന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നില്ല. ഏത് സൈഡിൽ കൂടിയാണ് ശബ്ദം വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെയുള്ളത് കൊണ്ടാണ്. അന്യവസ്തുക്കൾ കൂടാതെ കർണപടത്തെ ഒരു പരിധി വരെ സംരക്ഷിക്കുന്ന, അന്യവസ്തുക്കൾ കടന്നുകൂടാതെ ഒരു പരിധി വരെ നമ്മുടെ ചെവിയെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ പിന്ന, അതായത് ചെവിക്കൂടെയാണ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ബാഹ്യകർണത്തിൽ വരുന്നത് പിന്നെ വരുന്നത് ഏതാണ്? ഓഡിറ്ററി കനാലാണ്, അതായത് കർണനാളം എന്നാണ് പറയുന്നത്. കർണനാളം കർണപടത്തിലേക്ക് ശബ്ദതരങ്ങളെ നയിക്കുന്നതിനായും അന്യവസ്തുക്കളിൽ നിന്ന് കർണപടത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു കടന്നു കഴിഞ്ഞാൽ ആരെ സംരക്ഷിക്കുന്നു? കർണപടം, ഇയർ ഡ്രമ്മിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കർണനാളത്തിനുള്ളിൽ കാണുന്ന രോമങ്ങളും ഭിത്തിയിൽ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കർണമഴുക്, അതായത് ഇയർ വാക്സ് ഉണ്ടല്ലോ, ഇയർ വാക്സ്,
ഇയർ വാക്സ്, അതുപോലെ തന്നെ സെറൂമിനും രോഗാണുക്കളെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനും പൊടിപടലങ്ങൾ പ്രവേശിക്കുന്നതും തടയുന്നുണ്ട്. ഇപ്പോൾ ഇയർ വാക്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് പൊടിപടലങ്ങൾ പുറത്തുനിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെഴുകിൽ തന്നെ എന്ത് ചെയ്യും, ഇതങ്ങ് മിക്സായി പോവുകയാണ് ചെയ്തത്. അതായത് ഉള്ളിലോട്ട് ഇത് കടക്കുന്നില്ല. അപ്പോൾ ഇയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ഇയർ വാക്സ്, സെറൂമിൻ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കർണമെഴുകിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്ല സ്വഭാവമാണ് ഉള്ളത് കേട്ടോ. കർണമെഴുകിന് അമ്ല സ്വഭാവമാണുള്ളത്. കർണപടം, ഇയർ ഡ്രം അഥവാ ടിമ്പാനം 1.5 മുതൽ 10 വരെ മില്ലിലീറ്റർ വ്യാസമുള്ള, അത് 0.1 മില്ലിലീറ്റർ മാത്രം കനമുള്ളതുമാണ്. അതായത് കർണപടം അഥവാ ടിമ്പാനം, കർണപടം എന്ന് പറഞ്ഞാൽ ഇയർ ഡ്രം ആണ്. അത് നമ്മളിപ്പോൾ സാധാരണ ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്, നമ്മൾ പിന്ന് അതുപോലെ പോയിന്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളൊന്നും ചെവിയിൽ യൂസ് ചെയ്യരുതെന്ന് പറയും. കാര്യം ഈ കർണപടത്തിന് കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾവി സാധ്യമാകത്തില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പോയിന്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളൊന്നും ഇട്ട് അതിന് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു അതിലിങ്ങനെ എന്താണ് കുത്തലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഈ കർണപടം അഥവാ ടിമ്പാനം 1.5 മുതൽ 10 വരെ മില്ലിമീറ്റർ വ്യാസമുള്ളതും 0.1 മില്ലിമീറ്റർ മാത്രം കനമാണ് ഉള്ളത്. അത്രയേ ഉള്ളൂ. 0.1 അല്ല, വളരെ ചെറിയ കനം മാത്രം ഉള്ളതാണ് ഇതെന്ന് പറയുന്നത് ഇയർ ഡ്രം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇയർ ഡ്രമ്മിനെ പറ്റിയാണ് നോക്കേണ്ടത്. ടിമ്പാനം അല്ലെങ്കിൽ ഇയർ ഡ്രം എന്നുണ്ട്. കർണപടം അഥവാ ടിമ്പാനം ബാഹ്യകർണവും മധ്യകർണവും വേർതിരിക്കുന്ന നേർത്ത പാളിയാണിത്. കർണപടം 9 മുതൽ 10 വരെ മില്ലിമീറ്റർ വ്യാസമുള്ളതും 0.1 മീറ്റർ കനമുള്ളതുമാണ്. ശബ്ദതരങ്ങൾക്കനുസരിച്ച് കർണപടം എന്ത് ചെയ്യുന്നു, കമ്പനം ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യും. അതായത് സൗണ്ട് ഇവിടെ പിന്നെ വഴി ഓഡിറ്ററി കനാൽ വഴി അകത്ത് കയറുമ്പോൾ അവിടെ ചെന്ന് അടിക്കുവാണ് ചെയ്യുന്നത്, ഇയർ ഡ്രമ്മിൽ ചെന്ന് അടിക്കുന്നു. ഇയർ ഡ്രം അതിനനുസരിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കമ്പനങ്ങൾ മധ്യകർണത്തിലെ അസ്ഥിശൃംഖലയിലെ അസ്ഥികളെ കമ്പനം ചെയ്യിപ്പിക്കുന്നു. ഈ ഒരു വൈബ്രേഷൻ അതിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഇയർ ഓസിക്കിൾസ്, അതായത് അവിടെയുള്ള അസ്ഥിശൃംഖലയെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനം ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ആ ഒരു സൗണ്ടിൻ്റെ പാത്ത്. ഈ സൗണ്ടിൻ്റെ പാത്ത് നമ്മൾ നോക്കും എങ്ങനെയാണ് അത് പോകുന്നതെന്നുള്ളത് നമ്മൾ ഈ ഒരു എല്ലാ സ്ഥലങ്ങളും പഠിച്ചതിന് ശേഷം നോക്കാം നമുക്ക്. ഇനി അപ്പോൾ ഔട്ടർ ഇയറിലെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡിൽ ഇയറിൻ്റെയാണ്, അല്ലെ മധ്യകർണത്തിലെയാണ്. മധ്യകർണത്തിൽ എന്ന് പറയുന്നത് ഇയർ ഓസിക്കിൾസ്, ഈ അസ്ഥി ശൃംഖല എന്ന് പറയുന്ന 3 ചെറിയ കുഞ്ഞു അസ്ഥികളുണ്ട്. അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ കനാൽ എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇയർ ഓസിക്കിൾസ് എന്ന് പറഞ്ഞാൽ മാലിയസ്, ഇംഗസ്, ടേപ്പിയസ്, ഈ 3 ചെറിയ അസ്ഥികളാണ്, വളരെ ചെറിയത്. മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏതെന്ന് പറയുന്നത്, സ്റ്റേപ്പിയസ് എന്ന് പറയുന്നത്. അപ്പോൾ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിയസ് എന്നീ 3 ചെറിയ അസ്ഥികളാണ് ഇവിടെ ഉള്ളത്. ഇവ കർണപടത്തിലെ കമ്പനങ്ങളെ ഏകദേശം 20 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ ഇയർ ഡ്രം ഞാൻ പറഞ്ഞു, സൗണ്ട് പിന്നെ വഴി കയറി ഓഡിറ്ററി കനാലിൽ കയറി അവിടെ നിന്ന് ഇയർ ഡ്രമ്മിൽ തട്ടും. ഇയർ ഡ്രം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇയർ ഡ്രമ്മിനോട് ചേർന്നാണ് ഈ ഒരു ഇയർ ഓസിക്കിൾസ് ഇരിക്കുന്നത്, അസ്ഥി ശൃംഖല ഇരിക്കുന്നത്. അപ്പോൾ ഇയർ ഡ്രം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇയർ ഓസിക്കിൾസും അതുപോലെ അതിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കുന്നത് യൂസ്റ്റേഷൻ കനാലാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു യൂസ്റ്റേഷൻ കനാൽ എന്ന് നോക്കാം. മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട്, അതായത് ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ് യൂസ്റ്റേഷൻ കനാൽ എന്ന് പറയുന്നത്. ഇങ്ങനെ മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന 4 സെന്റിമീറ്ററോളം നീളമുള്ള കുഴലാണ് യൂസ്റ്റേഷ്യൻ കനാൽ എന്ന് പറയുന്നത്. സാധാരണ ഇത് അടഞ്ഞിരിക്കുമെങ്കിലും ചവയ്ക്കുക, നമ്മൾ ശക്തമായിട്ട് മൂക്ക് ചീറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് തുറക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു യൂസ് എന്താണ്, അതായത് യൂസ്റ്റേഷ്യൻ കനാൽ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർണപടത്തിന് ഇരുവശവും, കർണപടം എന്ന് പറയുന്നത് ഇയർ ഡ്രമ്മിന് ഇരുവശവും എന്ന് പറയുമ്പോഴത്തേക്ക് മിഡിൽ ഇയറും ഔട്ടർ ഇയറും ആണ് വരുന്നത്. അപ്പോൾ ഈ മധ്യകർണവും ബാഹ്യകർണത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള അന്തരീക്ഷ വായുണ്ട്. അപ്പം അതിനെ തമ്മിലൊന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാനായിട്ട്, അല്ലേ, അത് തമ്മിലുള്ള വായുമർദ്ദം, പ്രഷർ ബാലൻസ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. കൂടാതെ മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും ദ്രാവകങ്ങളും ഒഴുക്കാൻ പറ്റും. മ്യൂക്കസിൻ്റെയൊക്കെ ഒഴുക്കിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ, യൂസ്റ്റേഷ്യൻ കനാലാണ്. അപ്പോൾ എന്തൊക്കെയാണ് യൂസ്റ്റേഷ്യൻ കനാലിൻ്റെ ഹെൽപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയർ ഡ്രമ്മിന് അപ്പുറത്തും ഇപ്പുറത്തും ആരാ ഉള്ളത്, ഇയർ ഡ്രമ്മിന് ഇപ്പുറത്ത് മിഡിൽ ഇയറും ഉണ്ട്, അപ്പുറത്ത് എന്തുകൊണ്ട് ഔട്ടർ ഇയറും ഉണ്ട്. അപ്പോൾ ഇവയ്ക്ക് തമ്മിൽ എന്തായാലും ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള വേരിയേഷൻ ഉണ്ട്. ഇതിനെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് യൂസ്റ്റേഷ്യൻ കനാലാണ്. അതുപോലെ തന്നെ ഈ ഫാരിങ്സിലേക്കുള്ള മ്യൂക്കസിൻ്റെയൊക്കെ ഒഴുക്കിനെ ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്, യൂസ്റ്റേഷ്യൻ കനാലാണ്. അപ്പം അതന്നെയായിട്ട്, അതായത് നമ്മുടെ മധ്യകർണത്തെ മിഡിൽ ഇയറിനെ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു 4 സെന്റിമീറ്ററോളം വരുന്ന ഒരു കുഴലാണ് യൂസ്റ്റേഷ്യൻ കനാൽ എന്ന് പറയുന്നത്. മിഡിൽ ഇയറിൽ 2 ആൾക്കാരാണ് ഉള്ളത്. ഈ 2 ആൾക്കാർ ഇയർ ഓസിക്കിൾസ്, അസ്ഥി ശൃംഖലയും അതുപോലെ യൂസ്റ്റേഷ്യൻ കനാലുമാണ് ഉള്ളത്. ഔട്ടർ ഇയർ കഴിഞ്ഞു, മിഡിൽ ഇയർ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഈ ഒരു പിക്ചറിൽ ഇതാണ് ഇയർ ഡ്രം, അല്ലെ, ഇയർ ഡ്രം ടിമ്പാനം എന്ന് പറയുന്നത്. ഇത് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിയസ്.
ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ബോണുകൾ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ബോണുകൾ എവിടെ ചെന്നാൽ ടച്ച് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇന്നർ ഇയറിന്റെ പാർട്ടുകളിലോട്ടാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കർണപടം കമ്പനം ചെയ്യുന്നു. ഈ കമ്പനങ്ങൾ മധ്യകർണത്തിലെ അസ്ഥിശൃംഖലയിലെ അസ്ഥികളെയും കമ്പനം ചെയ്യിപ്പിക്കുന്നു. ഇതാണ് യൂസ്റ്റേഷ്യൻ കനാൽ എന്ന് പറയുന്നത്. ഈ യൂസ്റ്റേഷ്യൻ കനാലാണ് ഈ ഒരു മിഡിൽ ഇയറിനെ എവിടെയായിട്ട് കണക്ട് ചെയ്യുന്നത്? ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നോക്കുന്നത് ഇന്നർ ഇയർ ആണ് അല്ലെ. ഇന്നർ ഇയർ ആന്തരകർണം എന്ന ഉള്ളിലാണ് അല്ലെ, നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല, ഉള്ളിലാണ്. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിൽ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിലാണ്. അതായത് തലയോട്ടിയിൽ തന്നെ ബോണി ലാബറിന്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ മെംബ്രേനിയസ് ആയിട്ടുള്ള ലാബറിന്ത് സ്ഥര അറകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു ബോണി ലാബറിന്തും ഉണ്ട്, മെംബ്രേനിയസ് ലാബറിന്തും ഉണ്ട്. സ്ഥര അറയ്ക്കും അസ്ഥി മെംബ്രേനിയസിനും ബോണി ലാബറിന്തിനും ഇടയിൽ എന്തുണ്ട്? പെരിലിംബും ഉണ്ട്. എൻഡോലിംബും പെരിലിംബ് എന്ന് പറയുന്ന ദ്രവമാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. അർദ്ധവൃത്താകാര കുഴലുകൾ, അതായത് സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ, ഇതാണ് ഇന്നർ ഇയറിലുള്ളത്. അപ്പം നമ്മൾ ഔട്ടർ ഇയറിൽ പഠിച്ചു പിന്ന, ഓഡിറ്ററി കനാൽ, ഇയർ ഡ്രം അല്ലെങ്കിൽ ടിമ്പാനം പഠിച്ചു. മിഡിൽ ഇയറിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഇയർ ഓസിക്കിൾസ് അല്ലെ, അസ്ഥി ശൃംഖല, അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ കനാലുമാണ് പഠിച്ചത്. ഇന്നർ ഇയറിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് അർദ്ധവൃത്താകാര കുഴലുകൾ, സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആന്തരകർണം ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഇന്നർ ഇയറിലുള്ള പാർട്ടുകളാണ്. അപ്പോൾ ഇയറിൻ്റെ പാർട്ടുകളാണ് നോക്കുന്നത്. ഇന്നർ ഇയറിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇവർ എന്ന് പറയുന്നത്. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീരത്തുലനില പാലിക്കുന്നതിലും കോക്ലി എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? കേൾവിക്കുമാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ചെവി എന്നത് ഇപ്പം നമ്മളെ കണ്ണിനെ സംബന്ധിച്ച് നമുക്ക് കാഴ്ചയാണ് അതിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ചെവിയെ സംബന്ധിച്ച് കേൾവി മാത്രമല്ല, നമുക്ക് ബാലൻസ് കൂടി തരുന്നുണ്ട്. ആ ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും കൂടെ ചേർന്നിട്ടാണ്. അവ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ബാലൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കേൾവി ഹെൽപ്പ് ചെയ്യുന്നത് കോക്ലിയാണ് കേട്ടോ. കോക്ലിയ എന്ന് പറയുന്നത് ഒരു ഒച്ചിൻ്റെ ഷേപ്പിൽ, അത് ഒച്ചുണ്ടല്ലോ സ്നെയിൽ, അതിൻ്റെ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് കോക്ലിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു നമ്മളെ ഹിയറിംഗ് എങ്ങനെയാണ് നടക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യം വരുന്നത് പിന്ന, ചെവിക്കൂടെയാണ്. അവിടെ നിന്ന് നമ്മുടെ ഓഡിറ്ററി കനാലിൽ വരുന്നു. അതിൽ നിന്ന് നമ്മുടെ കർണപടം ഇയർ ഡ്രമ്മിലേക്ക് എത്തുന്നു. അവിടുന്ന് നമ്മുടെ ഇയർ ഓസിക്കിൾസ് അതുമായിട്ട് ചേർന്നിരിക്കുന്നതാണല്ലേ മിഡിൽ ഇയറിലുള്ള ഇയർ ഓസിക്കിൾസ് ആയിട്ടുള്ള മാലിയസ്, ഇംഗസ്, ടേപ്പിയസ്, ഇവ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇനി ഈ കോക്ലിയയിൽ തന്നെ അതിൻ്റെ മുകളിൽ ഒരു ഓവൽ വിൻഡോ ഉണ്ട്. അതിലാണ് ഈ സ്റ്റേപ്പിയസ് ടച്ച് ചെയ്തിരിക്കുന്നത്. ആ ഓവൽ വിൻഡോയിൽ ടച്ച് ചെയ്യുന്നു. അവിടെ നിന്ന് കോക്ലിയ, പിന്നെ അവിടെ നിന്ന് ബേസിലാർ മെംബ്രെയിൻ, ബേസിലാർ സ്തരത്തിലോട്ട് പോകുന്നു. ഈ ബേസിലാർ സ്തരത്തിൽ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വൈബ്രേഷൻ നടത്തുന്നുണ്ട്. അവിടെ നിന്ന് ശ്രവണനാഡി ഓഡിറ്ററി നെർവിലേക്ക് ഈ ഒരു വൈബ്രേഷൻ പോകുന്നുണ്ട്. ഈ ഓഡിറ്ററി നെർവ് എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ ശ്രവണബോധം അല്ലെ, നമുക്ക് ഹിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഏരിയയിൽ കൊണ്ട് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേൾവി എന്ന് പറയുന്നത് അനുഭവപ്പെടും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ അല്ലെ പെട്ടെന്ന് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ കേൾക്കുന്നുണ്ടല്ലോ, അത് വളരെ പെട്ടെന്ന് പടപടയെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇത്രയും ഒരു ഫ്ലോ ചാർട്ടാണ് ഇതിനുള്ളത്. ചെവിക്കൂട, കർണനാളം, കർണപടം, മാലിയസ്, ഇംഗസ്, ടേപ്പിയസ്, ഓവൽ വിൻഡോ, കോക്ലിയ, ബാസിലാർ സ്തരം, ഓർഗൻ ഓഫ് കോർട്ടി, ശ്രവണനാഡി, ശ്രവണബോധം, സെറിബ്രത്തിലാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കേൾവി എങ്ങനെ സാധ്യമാകുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഫ്ലോ ചാർട്ട് നോക്കി. അടുത്തത് ശബ്ദതരംഗങ്ങളെ തിമ്പാനത്തെ കമ്പാനം ചെയ്യിക്കുന്നുണ്ട്. അതായത് ശബ്ദതരംഗങ്ങൾ ഇയർ ഡ്രമ്മിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്നും കമ്പനം എങ്ങോട്ട് പോകുന്നു? അതിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഇയർ ഓസിക്കിൾസിലേക്ക് കടന്നുപോയി അവിടെ നിന്ന് ഓവൽ വിൻഡോയാണ് കമ്പനം ചെയ്യിപ്പിക്കുന്നത്. ഓവൽ വിൻഡോയുടെ ഘടനയും തിമ്പാനത്തിന് സമാനമാണ്. അതുപോലെ ഒരു വൈബ്രേഷന് പറ്റിയ ഒരു മെറ്റീരിയലാണ്. ഒച്ചിൻ്റെ തോടിൻ്റെ ആകൃതിയിലുള്ള കോക്ലിയയ്ക്ക് എത്ര അറകളാണുള്ളത്? 3 അറകളാണുള്ളത്. മുകളിലത്തെ അറയിലേക്കുള്ള ഒരു പ്രവേശന കവാടം പോലെയാണ് ആര് നിൽക്കുന്നത്? ഈ ഓവൽ വിൻഡോ നിൽക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് മുകളിലത്തെയും താഴത്തെയും അറകളിൽ പെരിലിംബ് എന്ന ദ്രവവും പിന്നെ മധ്യ അറയിലാണെങ്കിൽ എൻഡോലിംബ് എന്ന ദ്രവമാണ് നിൽക്കുന്നത്. മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയിലുള്ള ബേസിലാർ സ്തരത്തിലാണ് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത്. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവിടെയുള്ള രോമകോശങ്ങളിൽ എത്തുന്ന കമ്പനം ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ശ്രവണനാഡി വഴി എവിടെ എത്തുക? ബ്രെയിനിൽ, മസ്തിഷ്കത്തിൽ എത്തുകയും ചെയ്യുന്നതോടെ കേൾവി എന്ന അനുഭവം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇത് നോക്കിക്കേ, ഇത് മുകളിലത്തെ അറ, ഇത് താഴത്തെ അറ, ഇത് മിഡിൽ അറ അല്ലെ. ഈ താഴത്തെ അറയിലെയും ഇതിൻ്റെ ഇടയിലായിട്ട്, അതായത് മിഡിൽ ലെയറിന്റെ ഇടയിലായിട്ടാണ് ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന സാധനം നിൽക്കുന്നത്. ഇതാണ് കോക്ലിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കിക്കേ, ഇവിടെയാണ്
കോക്ലിയയുടെ മുകളിലത്തെ അറയെയും ഇയർ ഓസിക്കിൾസിന്റെ സ്റ്റേപ്പിയസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം കണ്ടോ, ഇതാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത് കേട്ടോ. ഓവൽ വിൻഡോ, ഇത് മധ്യറ, അവിടെ എൻഡോലിംഫാണ് സ്ഥിതി ചെയ്യുന്നത് എന്നറിയാം. ഇത് താഴത്തെ അറയാണ് കണ്ടോ. താഴത്തെ അറയിലും മുകളിലത്തെ അറയിലും പെരിലിംഫാണ് സ്ഥിതി ചെയ്യുന്നത്. നടുക്കലത്തെ അറയിലാണെങ്കിൽ എൻഡോലിംഫാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നടുക്കലത്തെ അറയിലും താഴത്തെ അറയിലും കൂടെ ആയിട്ടുള്ള സ്ഥലത്താണ് ഓർഗൻ ഓഫ് കോർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കോക്ലിയയുടെ അഗ്രമാണ്. ഇത്രയാണ് കേൾവിയിൽ കോക്ലിയോ, അതായത് ഇന്റർ ഇയറിൽ കോക്ലിയയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയാണുള്ളത്. ഇനി ശരീര തുലന നിലവാരം, അതായത് എങ്ങനെയാണ് നമ്മുടെ ശരീര തുലനത്തെ പാലിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അതായത് നമ്മുടെ ഇക്വിലിബ്രിയം എങ്ങനെ നമ്മുടെ ഇക്വിലിബ്രിയം മീൻസ് ബാലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കോക്ലിയ ആണെങ്കിൽ കേൾവിയെ സഹായിക്കുന്നു. ഇനി എന്തൊക്കെ സ്ട്രക്ചേഴ്സാണ് ഇന്നർ ഇയറിലുള്ള 3 സെമി സർക്കുലർ കനാലും അതിനോട് ചേർന്ന വെസ്റ്റിബ്യൂൾസുമാണ് എന്ത് ചെയ്യുന്നത്, അവിടെയുള്ള രോമകോശങ്ങൾ എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള വെസ്റ്റിബുലാർ സിസ്റ്റം, അതാണ് നമ്മുടെ എന്തിനെ സഹായിക്കുന്ന തുലന നില പാലിക്കാൻ, അതായത് നമ്മുടെ ബാലൻസിനെ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ഇന്നർ ഇയറിലാണ് വരുന്നത്. പരസ്പരം ലംബമായി ക്രമീകരിക്കുന്ന 3 കനാലുകളിലെയും എൻഡോലിംഫ് തലയുടെ ഭ്രമണചലനങ്ങൾക്കനുസരിച്ച് ചലിക്കും. അതായത് നമ്മുടെ തല അങ്ങനെ ചലിക്കുന്നതിനനുസരിച്ച് അതിനുള്ളിലുള്ള എൻഡോലിംഫും മൂവ് ചെയ്യുന്നുണ്ട്. ചലനഫലമായി ഇവിടെയുള്ള രോമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെടും. ഈ ഒരു എൻഡോലിംഫ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെയുള്ള രോമകോശങ്ങൾ എന്ത് ചെയ്യും, ഉദ്ദീപിക്കപ്പെട്ട് അവിടെ ആവേഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ വെസ്റ്റിബ്യൂൾ എന്ന അറയിലെ യൂട്രിക്കിളും സാക്യൂളും രോമകോശങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് വെസ്റ്റിബ്യൂൾ എന്ന അറയിലെ യൂട്രിക്കിളും സാക്യൂളിലുമാണ് എന്തുള്ളത്, രോമകോശങ്ങൾ ഉൾപ്പെടുന്നത്. ഇപ്പം തലയുടെ രേഖീയ ചലനങ്ങൾ ഈ രോമകോശങ്ങളിലാണ് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് രേഖീയമായിട്ടുള്ള ചലനമാണെങ്കിൽ ഇനി ഇത് പരസ്പരം ഇങ്ങനെ നിൽക്കുന്ന 3 കനാലുകളും പിന്നെ എൻഡോലിംഫും തലയുടെ ചലനത്തിനനുസരിച്ച് ചലിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള രോമകോശങ്ങൾ എന്ത് ചെയ്യും, ഉദ്ദീപിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ തല ഇങ്ങനെ കറക്കുമ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. എന്നാൽ രേഖീയമായിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഈ എവിടെയുള്ള രോമകോശങ്ങളാണെന്ന് ചോദിച്ചാൽ വെസ്റ്റിബ്യൂളിലെ യൂട്രിക്കിളും സാക്യൂളും ഇവ രണ്ടും കൂടെ ചേർന്നിട്ടാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. ഇവ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ആവേഗങ്ങളെ വെസ്റ്റിബ്യൂളർ നാഡി വഴി മസ്തിഷ്കത്തിലെത്തുമ്പോൾ കണ്ണുകളിൽ നിന്നും പേശികളിൽ നിന്നുമുള്ള മറ്റ് ആവേഗങ്ങളെയും സ്വീകരിച്ച ശരീര തുലന നില പാലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ കണ്ണുകളിൽ നിന്നും നമ്മുടെ ബാക്കി മസിൽസിൽ നിന്നുമുള്ള എല്ലാ ആവേഗങ്ങളെയൊക്കെ സ്വീകരിച്ചിട്ടാണ് ശരീര തുലന നില. എവിടെയാണ് ഇതെല്ലാം കൂടി എത്തുന്നത്, നമ്മുടെ ബ്രെയിനിലാണ് എത്തുന്നത്. അവിടെയാണ് ഇതെല്ലാം കൂടി എത്തിയിട്ട് ശരീരം ബാലൻസ് ചെയ്ത് നമ്മൾ പോകുന്നത്. ഈ ഒരു പിക്ചർ നോക്കി, ഇതാണ് 3 സെമി സർക്കുലാർ കനാൽസ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള രോമകോശങ്ങൾ ഇതാണ് വെസ്റ്റിബ്യൂൾ. വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേരുന്നതാണ്. ഈ യൂട്രിക്കിളും ഈ സാക്യൂളും കൂടി ചേർന്നതാണ് വെസ്റ്റിബ്യൂൾസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് വെസ്റ്റിബുലാർ നാഡി കണ്ടോ, ഈ വെസ്റ്റിബുലാർ നാഡിയാണ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്, നമ്മുടെ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഓഡിറ്ററി നെർവും ഉണ്ട്, വെസ്റ്റിബുലാർ നെർവും ഉണ്ട്. ഇപ്പോൾ വെസ്റ്റിബുലാർ നെർവാണ് നമ്മുടെ ശരീര തുലനം പാലിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. തരംഗരൂപത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന് ഒരു മാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. നമുക്ക് പണ്ട് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ പ്രകാശത്തിന് സഞ്ചരിക്കാനായിട്ട് മാധ്യമം വേണോ എന്നുള്ളതും സൗണ്ടിന് സഞ്ചരിക്കാൻ മാധ്യമം വേണോ എന്നുള്ളതൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ സൗണ്ടിന് എന്തായാലും ഒരു മീഡിയം ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പശ്ചാത്തല ശബ്ദവും ഇല്ലാതെ അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിനെയാണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ശബ്ദത്തിൻ്റെ തീവ്രതയെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പശ്ചാത്തല ശബ്ദവും ഇല്ലെങ്കിൽ അതിനെ നമുക്ക് 0 ഡെസിബൽ എന്നാണ് പറയാൻ പറ്റുന്നത്. ഓരോ 10 ഡെസിബലും ശബ്ദ തീവ്രത എത്രയാക്കുന്നുണ്ട്, ഓരോ 10 ഡെസിബലും ശബ്ദ തീവ്രതയെ 10 ഇരട്ടിയാണ് കൂട്ടുന്നത്. സാധാരണ നമ്മൾ സംസാരിക്കുന്നില്ല, ഇപ്പം ഞാൻ സാധാരണ സംസാരിക്കുന്ന ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 40 മുതൽ 50 വരെയുള്ള ഡെസിബലാണ് വരുന്നത്. കുറച്ച് ഉറക്കം സംസാരിക്കുകയാണെങ്കിൽ അത് 60 ഡെസിബലാണ് വരുന്നത്. ഇനി കാറുകളുടെ ഹോണിൻ്റെ സാധാരണ ശബ്ദം എന്ന് പറഞ്ഞാൽ 70 ഡെസിബലും എയർ ഹോണൊക്കെ ആണെങ്കിൽ 100 മുതൽ 110 ഡെസിബലുമാണ്. ഇപ്പം നമ്മൾ സാധാരണ സംസാരിക്കുന്നതെന്ന് നമുക്ക് പ്രശ്നമില്ല അല്ലേ. നമ്മളൊരു 40-50 ഡെസിബലിലൊക്കെ സംസാരിച്ചാൽ ഒരു കാറിൻ്റെ ഹോണാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ 80 ഡെസിബലിന് മുകളിലുള്ള തീവ്രതമായിട്ടുള്ള ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര അരോചകമായിരിക്കും അല്ലേ. നമുക്ക് ചെവിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നതാണ് അല്ലേ ഡെസിബൽ കൂടുന്തോറും. അപ്പോൾ ഓരോ 10 ഡെസിബൽ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇരട്ടി കൂടുന്നു എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ സംസാരിക്കുന്ന 40, 50 60 ആകുമ്പോൾ ആ ഒരു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഇരട്ടി കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ചെവിക്ക് പ്രശ്നമുള്ളവരുണ്ടാകും അല്ലേ, ചിലപ്പോൾ കേൾക്കാൻ സഹായിക്കാനായിട്ട് ഇവരെന്ത് ചെയ്യും, ചില എയ്ഡ്സ് യൂസ് ചെയ്യും. അത്തരത്തിലുള്ളതിനാണ് ഹിയറിംഗ് എയ്ഡ്സ്, ശ്രവണ സഹായികൾ എന്ന് പറയുന്നത്.
കേൾവിക്ക് ഇപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും വരാല്ലേ. നമ്മൾ കേൾക്കാതിരിക്കാൻ പല കാരണങ്ങളായിരിക്കാം. ചിലപ്പോൾ ചെവിക്കുള്ളിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നതായിരിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയെങ്കിലും റെക്ടിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉപയോഗിക്കാം. അതിനെയാണ് ഹിയറിംഗ് എയ്ഡ്സ്, കേൾവി ശ്രവണ സഹായികൾ എന്ന് പറയുന്നത്. പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനമുള്ള വിവിധ ശ്രവണ സഹായികൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ശബ്ദം കുറച്ചായിരിക്കും കേൾക്കുക, അതിന് ചിലപ്പോൾ ഒരു വ്യക്തത ഉണ്ടാവത്തില്ല. അപ്പം ഇതൊക്കെ വരുത്താനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള മോഡേൺ ഫെസിലിറ്റീസ് ഉള്ള പല ശ്രവണ സഹായികളും നമുക്കിന്ന് ലഭ്യമാണ്. ഇനി ചിലപ്പോൾ നമ്മുടെ കോക്ലിയയ്ക്കാണ് പ്രശ്നം. അതായത് നമുക്ക് ജന്മന എന്തെങ്കിലും കേൾവി തകരാറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കോക്ലിയ മാറ്റി വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പം ജന്മനായ ഉള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ, കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത്. ചെവിക്കുള്ളിലെ കോക്ലിയ എന്തിയാണ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ണ് നോക്കി, ചെവി നോക്കി, അടുത്ത് നമ്മൾ നോക്കുന്നത് മൂക്കാണ് അല്ലെ. മൂക്ക് ശ്വസന പ്രക്രിയയിലും ഗന്ധം തിരിച്ചറിയുന്നതിലും മൂക്ക് എന്താണ് സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശ്വസിക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കണികകൾ കാണുമല്ലേ. ഈ ഗന്ധകണികൾ എന്ത് ചെയ്യും, മൂക്കിൽ കൂടി എന്ത് ചെയ്യും, അവിടെയുള്ള ശ്ലേഷ്മ സ്ഥലം ഉണ്ടാവും. അവിടെയുള്ള ശ്ലേഷ്മത്തിനെ എന്ത് ചെയ്യും, അവിടെ ശ്ലേഷ്മ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് അതിലേക്ക് എന്ത് ചെയ്യും, മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഗ്രന്ഥഗ്രാഹികളായ ന്യൂറോണുകളെ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. അവിടെ നിന്നുള്ള ഇമ്പൾസ് എങ്ങോട്ടേക്ക് പോകും, നമ്മുടെ ബ്രെയിനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിലാണ് നമുക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഗന്ധം തിരിച്ചറിയുന്നത്, സെൻസ് ഓഫ് സ്മെൽ എന്ന് പറയുന്നത് ഗന്ധം തിരിച്ചറിയുന്നത് സങ്കീർണമായിട്ടൊരു പ്രക്രിയയാണ്. ഗന്ധകണികകൾ എന്ത് ചെയ്യുന്നുണ്ട്, വായുവിലൂടെ എത്തുന്ന ബാഷ്പശീലമുള്ള ഗന്ധകണികൾ, അത് ഓഡർ പാർട്ടിക്കിൾസ് മൂക്കിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ കണികൾ എന്ത് ചെയ്യും, അവിടെയുള്ള ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽ എന്ത് ചെയ്യും, അലിയുവാണ് ചെയ്യുന്നത്. ഇത് ഇനി അവിടെയുള്ള ഗ്രാഹികളെ ഉത്തേജിപ്പിക്കേണ്ടേ. ശ്ലേഷ്മത്തിൽ അലിഞ്ഞ കണികകൾ ശ്ലേഷ്മശരത്തിലെ ഗന്ധഗ്രാഹികളായ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ ഉത്തേജിപ്പിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യും, ആവേഗങ്ങൾ ഉണ്ടാക്കും. അവിടെയുള്ള ഓൾഫാക്ടറി റിസപ്റ്ററിനെ ചെന്നിട്ട് എന്ത് ചെയ്യുക, ഉത്തേജിപ്പിച്ചതിന് ശേഷം അവിടെ റിസപ്റ്റേഴ്സ് അവരെന്ത് ചെയ്യുക, ഇമ്പൾസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇമ്പൾസ് ഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ അവ സന്ദേശങ്ങളെ വൈദ്യുത ആവേഗങ്ങളാക്കി മാറ്റുന്നു. ഓൾഫാക്ടറി നെർവ് വഴി ഈ ആവേഗങ്ങൾ എന്ത് ചെയ്യും, ഗന്ധനാഡികളുടെ കൂട്ടം വഴി തലച്ചോറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. തലച്ചോർ ഈ സന്ദേശങ്ങളെ വിശകലനം ചെയ്തിട്ട് ആ ഗന്ധം എന്താണെന്നുള്ളത് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സെൻസ് ഓർഗൻസിൽ നമ്മൾ ഏത് നോക്കിയാലും നമുക്കറിയാം ലാസ്റ്റ് എവിടെ ചെല്ലുവാണ്, നമ്മുടെ ബ്രെയിനിലോട്ട് ചെല്ലുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ള കണ്ണാണെങ്കിലും ചെവിയാണെങ്കിലും ഈ ഒരു മൂക്കിലാണെങ്കിലും ഗന്ധമാണെങ്കിലും നമുക്ക് എവിടെയാണ്, തലച്ചോറിൽ ചെന്നിട്ടാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നോക്കിക്കേ, ഗന്ധകണിക ശ്ലേഷ്മത്തിൽ, അവിടെയുള്ള ശ്ലേഷ്മത്തിൽ ലയിക്കുവാണ് ചെയ്യുന്നത്. അവിടെ ഉദ്ദീപിക്കപ്പെടുന്നുണ്ട്. അവിടെ നിന്നാണ് ഗന്ധഗ്രാഹി ഗന്ധനാഡി വഴി മസ്തിഷ്കത്തിലേക്ക്, ഇവിടെ ഇത് ശ്ലേഷ്മത്തിൽ ലയിച്ചിട്ട് ആവേഗങ്ങൾ എന്ത് ചെയ്യുവാണ്, മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ. ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഗന്ധം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. മസ്തിഷ്കത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പിടികിട്ടുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ മണം എന്നുള്ളത് പിടികിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ കണ്ണ് നോക്കി, ചെവി നോക്കി, പിന്നെ എന്താണ്, മൂക്ക് നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് നാക്കും ത്വക്കുമാണ്. ഈ നാക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നാക്ക് നമുക്കറിയാം, നമ്മുടെ നാക്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പാപ്പിലേഴ്സ് ഉണ്ടല്ലേ. ഈ ചെറിയ ചെറിയ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പാപ്പിലാസ്. ഈ പാപ്പിലാസിനുള്ളിൽ തന്നെ ഒരുപാട് ടേസ്റ്റ് ബഡുകൾ കാണപ്പെടാറുണ്ട്. ഈ ടേസ്റ്റ് ബഡുകളിൽ എന്തുണ്ട്, രാസഗ്രാഹികളുണ്ട്. ഇത് കെമിക്കൽ റിസപ്റ്റേഴ്സ് ആണ് അവിടെ കാണപ്പെടുന്നത്. അപ്പം നാക്ക്, അതിലുള്ള പൊങ്ങി നിൽക്കുന്ന പാപ്പില, അതിലുള്ള എന്തുണ്ട്, രുചിമുകുളങ്ങളുണ്ട്. ഇനി ഒരു രുചിമുകുളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടേസ്റ്റ് ബഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാപ്പിലയുടെ ഉള്ളിലുള്ള ടേസ്റ്റ് ബഡിൽ ഒരു രുചിമുകുളത്തിൽ 100ഓളം കെമിക്കൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ രാസഗ്രാഹിയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൈക്രോവില്ലസ് പാപ്പിലകളുടെ സൂക്ഷ്മ സുഷിരത്തിലേക്ക്, അതിൻ്റെ മൈന്യൂട്ട് പോർസിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സുഷിരത്തിലൂടെ ഉമിനീർ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കടക്കുന്നു. രുചി അറിയേണ്ട പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിച്ചിട്ട് രാസഗ്രാഹികളെ ഉത്തേജി, ഈ കെമിക്കൽ റിസപ്റ്റേഴ്സിന്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഇതെന്ത് ചെയ്യും, ഉമിനീരിൽ, അപ്പം നമ്മൾ ചവയ്ക്കുമ്പോഴും ഉമിനീരിലാണല്ലോ അലിയുന്നത്. ഈ ഉമിനീർ എന്ത് ചെയ്യുവാണ് ചെയ്യുന്നുണ്ട്, ആ കെമിക്കൽ റിസപ്റ്റേഴ്സിനെ ഉത്തേജിപ്പിക്കും. ഈ തന്മാത്രകൾ രാസഗ്രാഹികളിൽ ഉണ്ടാകുന്ന ആവേഗങ്ങൾ നാഡി വഴി മസ്തിഷ്കത്തിലെത്തി രുചി എന്ന്, അതായത് അവിടെ അത് ഇങ്ങനെ കെമിക്കൽ റിസപ്റ്റേഴ്സ് ഇതാവുമ്പോൾ ആ ഇമ്പൾസ് എങ്ങോട്ട് പോകും, നമ്മുടെ ബ്രെയിനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
കേട്ടോ. ഇത് ഈ ഒരു ആവേഗങ്ങൾ നാഡി വഴി, നെർവ് വഴി എവിടെ പോകുന്നുണ്ട്? നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല മിക്സായി സലൈവയിൽ മിക്സാവും. ഈ സലൈവയിൽ കൂടി ഈ നമ്മുടെ ഈ മൈന്യൂട്ട് പോറിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഈ മൈന്യൂട്ട് പോറിൽ നമ്മുടെ കെമിക്കൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ കെമിക്കൽ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും, അല്ലെ അവരെ ചെന്ന് ഉത്തേജിപ്പിക്കും. അങ്ങനെ ഉത്തേജിപ്പിക്കുമ്പോൾ കുറച്ച് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യും. ആ ഇമ്പൾസ് നെർവ് വഴി എങ്ങോട്ട് പോകുന്നുണ്ട്? തലച്ചോറ് വഴി പോകുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്താണ് നമ്മളിപ്പോൾ മധുരം അനുഭവിക്കാറുണ്ടല്ലേ, പുളിപ്പ്, ഉപ്പ്, ചവർപ്പ്, കയ്പ്പ്, ഉമാമി എന്നിവയൊക്കെയാണ് നാം തിരിച്ചറിയുന്ന കുറേ പ്രധാനപ്പെട്ട രുചികളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് ത്വക്കിനെ പറ്റിയാണ്, സ്കിന്നിനെ പറ്റിയാണ്. അല്ലെ, നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്വക്കാണല്ലേ. ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിവറാണ്. പക്ഷേ നമ്മൾ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ഓർഗൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്വക്കാണ്, സ്കിന്നാണ്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങി അറിയുന്നതിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ത്വക്ക് സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെയും ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന പോലെ ഇത് ആക്ട് ചെയ്യാറുണ്ട് അല്ലേ. ഒരു എക്സ്റ്റേണൽ മെറ്റീരിയൽ വരുമ്പോൾ അതിൽ നിന്ന് നമ്മളെ ബോഡിയെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താറുമുണ്ട്. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്കിന് പങ്കുണ്ട് അല്ലെ. നമുക്ക് ചൂട്, അതായത് നമ്മൾ നന്നായിട്ട് വിയർക്കുമ്പോൾ ആ ചൂടിനെ ജസ്റ്റ് അത് ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ തണുപ്പ് കിട്ടത്തില്ലേ. അതുപോലെ ഈ വിയർപ്പിലൂടെ എന്തും പോകുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള ബാക്കിയുള്ള എക്സ്ക്രീറ്ററി പ്രോഡക്റ്റുകൾ ആയിട്ടുള്ള സോൾട്ട് കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വിയർപ്പിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ത്വക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാഹികളുണ്ട്. അതിൽ ആദ്യം വരുന്നത് സ്വതന്ത്ര നാഡി അഗ്രങ്ങളാണ്. അതിൽ വേദന, താപനില മാറ്റങ്ങളാണ് അതിന് അറിയാൻ പറ്റുന്നത്. മെർക്കൻഡർ ഡിസ്ക് എന്ന് പറയുന്നത് സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം, ഇതാണ് അതിനറിയാൻ പറ്റുന്നത്. മെയ്സ്നർ കോർപ്പസലിന് അറിയാൻ പറ്റുന്നത് വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന. ഇനി ക്രൗസ് ആൻഡ് ബൾബിന് അറിയാൻ പറ്റുന്നത് തണുപ്പും സ്പർശവുമാണ്. റൂഫിനി ആൻഡ് ഓർഗൻ എന്താണ് അറിയാൻ പറ്റുന്നത്? തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട്. റൂട്ട് ഹെയർ പ്ലെക്സസിന് എന്താണ് അറിയാൻ പറ്റുന്നത്? രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു അല്ലെ. റൂട്ട് ഹെയർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രോമം അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പസീനിയൻ കോർപ്പസിന് എന്താണ് അറിയാൻ പറ്റുന്നത്? കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശനം. ഇത്രയാണ് ഈ ഒരു 7 ഗ്രാഹികളാണ് നമ്മുടെ ത്വക്കിലുള്ള 7 റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. വേദന, താപനില മാറ്റങ്ങൾ അറിയാൻ പറ്റുന്നത്, സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം, വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന. തണുപ്പ്, സ്പർശം അറിയാൻ പറ്റുന്നതുണ്ട്. തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട്. രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്നത്, കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം, ഇത് കണ്ടെത്താൻ സാധിക്കും. നമുക്കൊന്നും കൂടി നോക്കാം. സ്വതന്ത്ര നാഡീ അഗ്രങ്ങൾ, മെർക്കൽ ഡിസ്ക് ഉണ്ട്, മെയ്സനർ കോർപ്പസൽ ഉണ്ട്, ക്രൗസ് ആൻഡ് ബൾബ് ഉണ്ട്, റൂഫിനി എൻഡ് ഓർഗൻ ഉണ്ട്, റൂട്ട് ഹെയർ പ്ലക്സസ് ഉണ്ട്, പസീനിയൻ കോർപ്പസൽ ഉണ്ട്. എന്തായാലും പഠിച്ചു വെക്കണം. കാര്യം ഇങ്ങനെ ഒരു ടേബിളിലൊക്കെ തന്നെ SCRT കൊടുത്തിട്ടുള്ളതാണ്, പഠിച്ചു വെക്കണം. അപ്പോൾ ഈ രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്നത് റൂട്ട് ഹെയർ പ്ലക്സസ് ആണ്. ആ ഒരു ഹെയർ എന്നുള്ളതിൽ നമുക്ക് കിട്ടും. റൂഫിനി എൻഡ് ഓർഗൻ അല്ലെ, റൂഫിനി എൻഡ് ഓർഗനിൽ തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട്. ക്രൗസ് എൻഡ് ബൾബിനാണെങ്കിൽ തണുപ്പ് സ്പർശമാണ് ക്രൗസ് എൻഡ് ബൾബ്. മെയ്സനർ കോർപ്പസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മേശന്മാർ എന്നൊക്കെ പറയത്തില്ലേ, അവരെന്താണ് ആകൃതിയും ഘടനയൊക്കെയാണ് ഉണ്ടാക്കല്. ഇപ്പോൾ വീടിൻ്റെ ആകൃതി, ഘടന ഒക്കെ ആണല്ലേ മെയ്സനർ കോർപ്പസൽ. മെർക്കൽ ഡിസ്ക് ആണെങ്കിൽ സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം. പസീനിയൽ കോർപ്പസലിന് എന്താണ്? കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം. ഇത്രയാണ് ത്വക്കിലുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി വേദന എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടല്ലേ. വേദന അതായത് ക്ഷതം, മുറിവ്, രോഗാണുബാധ, എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്നിവയ്ക്ക് ഉണ്ട് കഴിഞ്ഞാൽ എന്നിവ പോലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന എന്ന് പറയുന്നത്. അപ്പോൾ വേദന നമുക്ക് പല രീതിയിൽ വരാം. ഇപ്പോൾ ഏതെങ്കിലും മുറിവുണ്ടായിരിക്കാം, ഏതെങ്കിലും ക്ഷതം ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അണുബാധ ഉണ്ടാക്കാം, ഇൻഫെക്ഷൻ മൂലമായിരിക്കാം. വേദന തിരിച്ചറിയുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നോസിസെപ്ഷൻ എന്ന് പറയുന്നത്. നോസിസെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹികൾ ത്വക്ക്, പേശികൾ, ആന്തരാവയവങ്ങൾ എന്നിവയിലെല്ലാം കാണപ്പെടുന്ന നാഡീയ ഗ്രന്ഥങ്ങളാണ്. അതായത് നമ്മുടെ ഈ ഒരു റിസപ്റ്റർ നമുക്ക് ഇവിടെയെല്ലാം കാണപ്പെടുന്നുണ്ട്. ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് നോസിസെപ്റ്റീവ് പെയിൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഒരു സംവേദന ന്യൂറോൺ അല്ലെങ്കിൽ നോസിസെപ്റ്റർ ആവേഗങ്ങളെ എവിടെ എത്തുന്നുണ്ട്? സുഷുമ്നാ നാഡിയിലേക്കും പിന്നീട് മസ്തിഷ്കത്തിലേക്കും കൈമാറി നമുക്ക് വേദന കിട്ടുന്നുണ്ട്.
അപ്പോൾ വേദന തിരിച്ചറിയുന്ന ഒരു പ്രവർത്തനം നോക്കി വെച്ചിരിക്കുക നോസിസെപ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. നോസിസെപ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അണുബാധ അല്ലെങ്കിൽ കലകൾക്കുണ്ടാകുന്ന ക്ഷതം മൂലം ശരീരം സൈറ്റോകൈനുകൾ, കീമോകൈനുകൾ തുടങ്ങിയ മോളിക്യൂൾസ് തന്മാത്രകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയും വേദന ഉളവാക്കുന്നുണ്ട്. പെരിഫറൽ നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ന്യൂറോപ്പതി പോലുള്ള അവസ്ഥകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം നെർവസ് സിസ്റ്റത്തിന്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം വന്ന് അതിനെന്തെങ്കിലും കേടുപാട് പറ്റി കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം നമ്മുടെ എന്താ പറയുക, നമ്മുടെ സെൻസ് ഓർഗൻസ് ഉള്ള നമ്മളെ പോലെ അല്ലെ മനുഷ്യനെ പറ്റിയാണ് നോക്കിയത്. ഇത് കൂടാതെ ഈ ഒരു സംവേദനം എന്ന് പറയുന്നത് അല്ലെ സംവേദന എന്ന് പറയുന്ന വൈവിധ്യം നമുക്ക് പല ജീവികൾക്കും ഉണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ പട്ടിയെ പോലെ മണം പിടിക്കാൻ പറ്റുന്ന ആരും ഇല്ല. അതുകൊണ്ട് തന്നെയാണല്ലേ അവർ പോലീസിലൊക്കെ നമ്മൾ ഈ ഒരു ടോക്സിൻ എടുക്കുന്നത്. അങ്ങനെ ആന അല്ലെ എത്രയോ കിലോമീറ്റർ താണ്ടിയാണ് അത് വെള്ളം കുടിക്കാൻ, അതിന് അത്രയും വെള്ളത്തിൻ്റെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഇത്. അപ്പോൾ അവരിലുള്ള ആ ഒരു കുറേ വൈവിധ്യങ്ങൾ, കുറേ ഡൈവേഴ്സിറ്റി നമുക്ക് നോക്കാം. അമീബ, ബാക്ടീരിയ ഇവയിലൊക്കെ എന്താണ്, ഇവയ്ക്ക് പ്രത്യേക ജ്ഞാനേന്ദ്രിയങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ചുള്ള സെൻസ് ഓർഗൻസ് ഒന്നും അവർക്കില്ല. എങ്കിലും ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ്, ചുറ്റും എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടാവും, അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് അവയ്ക്ക് അരികിലേക്കോ അല്ലെങ്കിൽ അവയെ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവർക്ക് ഡേഞ്ചർ ആണെന്നുള്ള ഏതെങ്കിലും ഒരു കെമിക്കൽസിൻ്റെ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവയിൽ നിന്ന് അകന്നു പോകും. ഒന്നുകിൽ അവയ്ക്ക് അടുത്ത് പോകാനോ അല്ലെങ്കിൽ അവയോട് അടുക്കാനും ഇവയ്ക്ക് കഴിയും. അപ്പം അങ്ങനെയുള്ള ചില ഒരു മെക്കാനിസം അമീബയ്ക്കും ബാക്ടീരിയയ്ക്കും ഉണ്ട്. യൂഗ്ലീനെ സംബന്ധിച്ച് പ്രകാശം തിരിച്ചറിയാൻ ഇവയെ സഹായിക്കുന്നത് ഐ സ്പോട്ട് എന്നൊരു ഭാഗമുണ്ട് അതിൻ്റെ ശരീരത്തിൽ. പ്രകാശം തിരിച്ചറിഞ്ഞ് അതിന് നേർക്ക് നീങ്ങാൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? യൂഗ്ലീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കാഴ്ച സാധിക്കും പോലെ അല്ലെ യൂഗ്ലീനയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രകാശത്തിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഐ സ്പോട്ടാണ്, അല്ലെങ്കിൽ സ്റ്റിഗ്മ എന്ന് പറയും. ഇനി ഷഡ്പദങ്ങളുടെ കണ്ണിന് നല്ലൊരു പ്രത്യേകതയുണ്ട്. അതായത് പ്രാണികൾക്ക് കാഴ്ചയ്ക്കായി സംയുക്ത നേത്രമാണുള്ളത്, കോമ്പൗണ്ട് ഐസ് ആണ് ഉള്ളത്. ആയിരക്കണക്കിന് ഒമറ്റീഡിയ ചേർന്നാട്ട് ഇവ ഉള്ളത്. കൂടാതെ ഗന്ധവും സ്പർശവും തിരിച്ചറിയാൻ ഇവയുടെ തലയിൽ എന്തും ഉണ്ടാവും? ആന്റിനകളും കാണാറുണ്ട്. അപ്പം നമ്മൾ അമീബ, ബാക്ടീരിയ അല്ലെങ്കിൽ യൂഗ്ലീന, ഷഡ്പദങ്ങൾ, ഇൻസെക്ട്സിനെ പറ്റിയൊക്കെയാണ് നോക്കിയത്. ഇനി പാമ്പിനെ പറ്റി നോക്കുകയാണെങ്കിൽ പാമ്പിന് ഗന്ധം തിരിച്ചറിയാൻ തങ്ങളുടെ നാവ് പുറത്തേക്കിട്ട് വായുവിലെ ഗന്ധകണികളെ സ്വീകരിക്കുന്നു. ഈ കണികകളെ വായുയുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗൻ എന്ന സവിശേഷ സംവിധാനത്തിൽ എത്തിച്ചാണ് അവ ഗന്ധം തിരിച്ചറിയുന്നത്. അപ്പൊ ഗന്ധം തിരിച്ചറിയാൻ പാമ്പിനെ സഹായിക്കുന്ന അവയവം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജേക്കബ്സൺസ് ഓർഗൻ ആണ്. അത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പരുന്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇതിന് ഇത്രയും കാഴ്ചശക്തിയാണല്ലേ, എത്ര ഹൈറ്റിൽ നിന്നാണ് ഇത് അതിൻ്റെ അല്ലെ ചെറിയൊരു കോഴിക്കുഞ്ഞിനെ പോലും കണ്ടെത്തുന്നത്. അപ്പം വളരെ ഉയരത്തിൽ നിന്ന് പോലും ഇരയെ കണ്ടെത്താൻ പരുന്തിന് കഴിയുന്നത് അവയുടെ അതിശക്തമായിട്ടുള്ള കാഴ്ചശക്തി മൂലം. കൂടാതെ അൾട്രാവയലറ്റ് രശ്മികൾ തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് എന്തിനുണ്ട്? പരുന്തിനുണ്ട്. പിന്നെ നമുക്കറിയാം വവ്വാലിനെ സംബന്ധിച്ചല്ലേ, വവ്വാല് ഈ ഒരു ശബ്ദതരംഗങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വസ്തുക്കളിൽ പോയി തട്ടിയിട്ട് ഇത് തിരിച്ച് വവ്വാലിൽ തന്നെ എത്തുകയാണ് ചെയ്തത്. അതിന് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇരുട്ടിലൂടെ സഞ്ചരിക്കാനും ഇര പിടിക്കാനും വവ്വാൽ എക്കോ ലൊക്കേഷൻ എന്ന വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇവ പുറപ്പെടുവിപ്പിക്കുന്ന ശബ്ദതരംഗങ്ങൾ തടസ്സങ്ങളിൽ തട്ടി തിരിച്ചു വരുന്നത് കേട്ടാണ് അവ പാതയും ഇരയും കണ്ടെത്തുന്നത്. അത് തട്ടി തിരിച്ചെത്തി കഴിയുമ്പോൾ അതിന് മനസ്സിലാവും പിന്നെ ഒബ്ജക്റ്റിലാണ് ഇത് തട്ടിയെന്നുള്ളത് അതിന് മനസ്സിലാവും. ഇനി നായ എന്ന് പറയുന്നത് മനുഷ്യനേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി ഗന്ധഗ്രാഹികൾ നായ്ക്കൾക്കുണ്ട്. ഏകദേശം 300 ദശലക്ഷം ഗന്ധഗ്രാഹികളാണ് നായ്ക്കളിൽ കാണപ്പെടുന്നത്. പിന്നെ ആന, സസ്തനികളിൽ ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആനകളിലാണ്. ഏകദേശം 2000 ജീനുകളാണ് ഉള്ളത്. 19 കിലോമീറ്റർ അകലെയുള്ള ജലത്തിന്റെ സാന്നിധ്യം വരെ തിരിച്ചറിയാൻ ആനയ്ക്ക് കഴിയും. കൂടാതെ തുമ്പിക്കൈ, നിലത്തൂന്നി കമ്പനങ്ങൾ തിരിച്ചറിയാനും ആനയ്ക്ക് കഴിയും. അപ്പോൾ ആനയെ സംബന്ധിച്ച് ഇപ്പം മാമൽസിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ അല്ലെ ഈ ഒരു ഗന്ധം തിരിച്ചറിയാനായിട്ടുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആനയ്ക്കാണ്. ഇത്രയും 19 കിലോമീറ്റർ അകലെയുള്ള വെള്ളം അതിന് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ തുമ്പിക്കൈ താഴെ തട്ടി അല്ലെ നിലത്ത് ഊന്നിയിട്ട് അതിന് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ കമ്പനങ്ങൾ, വൈബ്രേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെൻസ് ഓർഗൻസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇത് 2 ചാപ്റ്ററിൽ നിന്നാണ്, അതായത് 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും 10ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൽ സംവേദനങ്ങൾക്ക് പിന്നിൽ, 5ാം ക്ലാസ്സിൻ്റെ ഇന്ദ്രിയജാലം എന്നീ 2 ചാപ്റ്ററിൽ നിന്നാണ് ഈ കണ്ടന്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെൻസ് ഓർഗൻ എന്ന് പറയുന്ന പാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.